ജയ് മോഹൻജി. വിശുദ്ധിയുടെ ശക്തി. വായന തുടരുന്നു. അഹംഭാവം. ചോദ്യം: എത്രയെല്ലാം വായിച്ചിട്ടും എനിക്ക് എൻ്റെ ആത്മാഭിമാനത്തെ അഥവാ അഹംഭാവത്തെ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല. എൻ്റെ സമ്പത്തിനെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് അഭിമാനമൊന്നും ഇല്ല. എന്നാൽ എൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് എനിക്ക് തികച്ചും അഭിമാനമുണ്ട്. ധാരാളം ആളുകൾ എൻ്റെ നേട്ടങ്ങളെ അഭിനന്ദിച്ചിട്ടുണ്ട്. എൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ ഇതുവരെയുള്ള ജീവിതം സഫലമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെ കരുതുന്നതിൽ തെറ്റുണ്ടോ? എനിക്ക് വേണ്ട ഉപദേശം തരൂ. ഉത്തരം: എല്ലാത്തിനെയും കുറിച്ച് അഭിമാനിച്ചുകൊള്ളൂ. ആദ്യം അഭിമാനിക്കൂ. അത് നിങ്ങളുടെ വൈകാരിക സംതൃപ്തിക്ക് വേണ്ടിയാണ്. അതിനുശേഷം ബുദ്ധി ഉപയോഗിച്ച് വിശകലനം ചെയ്തു തുടങ്ങൂ. കൃത്യമായി എന്തിനെക്കുറിച്ചാണോ നിങ്ങൾ അഭിമാനിക്കുന്നത്? എനിക്ക് ഒരു നിയന്ത്രണവും ഇല്ലാതെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഈ ശരീരത്തെക്കുറിച്ചോ, മാറിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെക്കുറിച്ചോ, മാറിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിയെക്കുറിച്ചോ, മാറിക്കൊണ്ടിരിക്കുന്ന കൈവശ വസ്തുക്കളെക്കുറിച്ചോ, ക്ഷണഭംഗുരമായ പണത്തെക്കുറിച്ചോ, വാടക വീടിനെക്കുറിച്ചോ, ക്ഷയിച്ചു കൊണ്ടിരിക്കുന്ന സ്വത്തുക്കളെക്കുറിച്ചോ, ഉറപ്പില്ലാത്ത ബന്ധങ്ങളെക്കുറിച്ചോ? കൂടുതൽ ആഴത്തിൽ ചെന്ന് നിങ്ങളുടെ എല്ലാ അഹംഭാവങ്ങളെയും നിഷ്കൃഷ്ടമായി വിശകലനം ചെയ്യുകയാണെങ്കിൽ അവ താനേ പൊഴിഞ്ഞു വീഴുവാൻ തുടങ്ങും. ഒടുവിൽ നിങ്ങളുടെ അഭിമാനം നിങ്ങളുടെ ആത്മാവിൽ ഇടം കണ്ടെത്തും. അത് നല്ലതാണ്. സൂക്ഷ്മവും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തതുമായ നിങ്ങളുടെ ആത്മാവിനെക്കുറിച്ച് അഭിമാനിക്കൂ. അന്തർമുഖതയിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് ആത്മാവിനെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അത് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാഹ്യാഭിമാനങ്ങളെല്ലാം അപ്രത്യക്ഷമാകും. അഹംഭാവം അടങ്ങും. നിങ്ങൾക്ക് വിമോചനം അനുഭവപ്പെടും. അജ്ഞാനവും തെറ്റായ ബന്ധങ്ങളും അഹംഭാവത്തിനും അഭിമാനത്തിനും കാരണമാകുന്നു. അവബോധവും ആത്മജ്ഞാനവും അവയെ തുടച്ചു നീക്കുന്നു. പ്രതീക്ഷയും ആശ്രിതത്വവും. എന്തിലെങ്കിലുമുള്ള ആശ്രിതത്വം ഒരു ശീലമാണെന്ന് പറയാം. കുറച്ചു കാലം തുടർച്ചയായി ആവർത്തിക്കുന്ന ഒരു പ്രവൃത്തി നിങ്ങളുടെ സ്വഭാവമായി തീരുന്നു. അതുകൊണ്ട് സ്നേഹവും ദയവുമാണ് ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും നിങ്ങൾ പതിവാക്കുന്നതെങ്കിൽ നിങ്ങൾ അതായിത്തീരുന്നു. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശവും ആ പ്രകൃതം ആഗിരണം ചെയ്യുന്നു. സ്വാർത്ഥതയും വഞ്ചനയുമാണ് നിങ്ങൾ ശീലിക്കുന്നതെങ്കിൽ നിങ്ങൾ അതായിത്തീരുന്നു. നാം എന്തായിത്തീരണം എന്ന് തീരുമാനിക്കുകയും അതനുസരിച്ച് പരിപാടി തയ്യാറാക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. ഇത് നമ്മുടെ ജന്മവാസനയിൽ അധിഷ്ഠിതമാണ്. ഒരു വസ്തുവിനെയോ ഒരാളെയോ നാം എത്ര കൂടുതൽ ആശ്രയിക്കുന്നുവോ അത്ര കൂടുതൽ ബന്ധവും അതനുസരിച്ചുള്ള പ്രതീക്ഷകളും ഉണ്ടാകുന്നു. പ്രതീക്ഷകളുടെ ആധിക്യം അനുസരിച്ച് മോഹഭംഗത്തിനുള്ള സാധ്യതയും ഏറി വരുന്നു. കോപിക്കാനോ നിരാശപ്പെടാനോ ഉള്ള പ്രവണതയും വളരെ കൂടുതലായിരിക്കും. പ്രതീക്ഷകൾ കോപത്തെയും മോഹഭംഗത്തെയും വളർത്തുന്നു. ബുദ്ധി പ്രവർത്തനരഹിതമാകുന്നു. വികാരം മേധാവിത്വം വഹിക്കുന്നു. പ്രധാനിയായ ഭരണാധികാരി സ്ഥലത്തില്ലാത്തപ്പോൾ ഓഫീസ് ബോയി ഭരിക്കുന്നത് പോലെ ആയിരിക്കും അത്. നമ്മുടെ വ്യവസ്ഥ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായ വ്യക്തത ഉണ്ടായിരിക്കണം. തുടർച്ചയായ അന്തർമുഖതയിലൂടെയും ആത്മപരിശോധനയിലൂടെയും ആശ്രിതത്വം കുറയ്ക്കുക. നിങ്ങളുടെ ഓരോ ചിന്തയുടെയും വാക്കിൻ്റെയും പ്രവൃത്തിയുടെയും സാക്ഷിയായി നിന്നുകൊണ്ട് സാക്ഷിഭാവത്തിലേക്ക് മാറുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനെക്കുറിച്ചും അറിവുണ്ടാകും. നിങ്ങളുടെ ബോധപൂർവമുള്ള അറിവോടുകൂടിയല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. ശ്വാസം ഇടത്തെ നാസാദ്വാരത്തിൽ നിന്ന് വലത്തേതിലേക്കും തിരിച്ചും മാറുന്നതിനെ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസ രീതിയെ നിരീക്ഷിക്കലാണ് ആദ്യത്തെ ചുവടുവയ്പ്. നിങ്ങളുടെ ബോധപൂർവമല്ലാത്ത എല്ലാ പ്രവൃത്തികളും അവസാനിക്കുമ്പോൾ നിങ്ങൾ ബാഹ്യമായ എല്ലാ ആശ്രിതത്വങ്ങളിൽ നിന്നും വേർപെടുന്നു. അപ്പോൾ നിങ്ങൾ വിമോചിതനായി നിലകൊള്ളുന്നു. പുറമേ സംഭവിക്കുന്നതൊന്നും നിങ്ങളെ കാര്യമായി ബാധിക്കുകയില്ല. കലാപമായാലും സമാധാനമായാലും നിങ്ങൾ മാറ്റമില്ലാതെ നിൽക്കും. ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ കുട്ടികൾ പൂർണ്ണമായും നിസ്സഹായരും മാതാപിതാക്കളെ ആശ്രയിക്കുന്നവരുമാണ്. സാധാരണയായി അത് അങ്ങനെയാണ് എന്ന് അന്യോന്യം അംഗീകരിക്കുകയും ചെയ്യുന്നു. കാലക്രമേണ മാതാപിതാക്കൾ മക്കളെ ആശ്രയിച്ച് ജീവിക്കുന്നു. സാധാരണയായി അതും പരസ്പരം അംഗീകരിക്കപ്പെടുന്നു. കുടുംബങ്ങളിൽ
മകളുടെ ഭർത്താവിൻ്റെയോ മകൻ്റെ ഭാര്യയുടെയോ രൂപത്തിൽ പുതിയൊരംഗം പ്രത്യക്ഷപ്പെടുന്നു. കൂടുതൽ പേരെ ഉൾക്കൊള്ളത്തക്ക വിധം ഹൃദയം വികസിപ്പിക്കേണ്ടത് പെട്ടെന്ന് ആവശ്യമായിത്തീരുന്നു. തൻ്റെ മകനെയോ മകളെയോ പുതിയ ഒഴിവാക്കാൻ പറ്റാത്ത കയ്യേറ്റക്കാരുമായി പങ്കിടുന്നത് വേദനാജനകവും അസ്വസ്ഥത ഉണ്ടാക്കുന്നതും ആയിത്തീരുന്നു. ഈ അനിവാര്യതയെ അംഗീകരിക്കുവാൻ നാം തയ്യാറാകുന്നില്ല. ഉത്കണ്ഠയും വിദ്വേഷവും മോഹഭംഗവും അവസാനം ശീതസമരങ്ങളും ഉഷ്ണസമരങ്ങളും ഉണ്ടാകുന്നു. ഇപ്രകാരം കുടുംബം തകർന്നു ചിതറുന്നു. പലതരത്തിലുള്ള കാർമ്മിക ജീവികളെ ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഒരു കുടുംബം. ആപേക്ഷികമായ യോജിപ്പിനകത്തുള്ള വൈവിധ്യം എന്ന അടിസ്ഥാനപരമായ ധാരണയില്ലാത്തതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. സ്നേഹവും വസ്തുനിഷ്ഠമായ സഹായ സന്നദ്ധതയും ആശ്രിതത്വമില്ലായ്മയുമാണ് അടിത്തറയെങ്കിൽ ബന്ധങ്ങൾ ദൃഢമായി നിലനിൽക്കും. പ്രതീക്ഷയും ആശ്രിതത്വവും ബന്ധങ്ങളെ നശിപ്പിക്കുന്നു. കുട്ടികളെ കാർമ്മിക ജീവികളായും മുതിർന്നവരോടൊപ്പം പ്രാധാന്യമുള്ളവരായും കാണണം. മുതിർന്നവരെ പോലെ അവരെയും ബഹുമാനിക്കണം. എന്തുകൊണ്ടെന്നാൽ അവരുടെ കർമ്മങ്ങളുടെ തീവ്രത പ്രായപൂർത്തിയായവരുടേതുപോലെ തന്നെയാണ്. കാർമ്മിക തീവ്രതയുടെ കാര്യത്തിൽ ഒരു ജീവിയെയും വിലകുറച്ച് കാണരുത്. എല്ലാവർക്കും അത് ഒന്നുതന്നെയാണ്. അതുകൊണ്ട് ആശ്രിതത്വങ്ങളെയും പ്രതീക്ഷകളെയും കുറിച്ച് ബോധമുണ്ടായിരിക്കണം. ബുദ്ധിയെ കൂടുതൽ ഉപയോഗിക്കുക, വികാരങ്ങളെ ഒഴിവാക്കുക. നിങ്ങളുടെ വർത്തമാന സാഹചര്യത്തോട് ചെറുത്തുനിൽപ്പ് ഒഴിവാക്കുക. അപ്പോൾ നിങ്ങൾ കൂടുതൽ പ്രശാന്തതയിലും വളരെയധികം സമാധാനത്തിലും ആയിരിക്കും. താങ്ക് യു. ജയ് മോഹൻജി.